90 ആകുമ്പോഴത്തേക്ക് 90 വരെ ഞാൻ -0 ആയിരുന്നു. 90 ആകുമ്പോഴത്തേക്ക് ഞാൻ ഹീറോ ആകാൻ തുടങ്ങി. ഈ എൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ ഞാൻ കളവ് പറയും, 8000 കിട്ടി, 6000 കിട്ടി, 10,000 കിട്ടി. അതൊന്നും കിട്ടൂല, എൻ്റെ ബാങ്കിൽ ദുബൈയിലെ പൈസ കാര്യമാക്കാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ ഞാനൊന്ന് ഉപയോഗിച്ചു. അതിന് ഞാൻ തോറ്റില്ല. അന്ന് എനിക്ക് സൗകര്യമില്ല. ഈ റെസ്റ്റോറൻറ്റ് മാത്രം, ഗോഡൗണില്ല, ഓഫീസില്ല, വേറെ വീടില്ല, ഒരു സ്ഥലമില്ല, എല്ലാം വാടക അടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്, വാടക കൊടുത്തിട്ടാണ് അന്ന് ഞാൻ ചെയ്യുന്നത്. 90-ൽ ഞാൻ നല്ല 4 ഭാഗത്തും 10 ഫോണും ഒരു പേജറും, ഹലോ ആചാരേ സമയമില്ല, ഈ ആഴ്ച വരണ്ട, പിറ്റേതാഴ്ച വാന്നൊക്കെ പറയാനും എൻ്റെ എല്ലാ ക്ലയൻറ്റും ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. 5-6 അവാർഡ് കിട്ടിയിരിക്കുന്നു, ഒരു ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുന്നു. ഇന്നും ഈ കഴിഞ്ഞ 1-ാം തീയതി ഒരു കാറ്ററിംഗ് നടത്തി ഇവിടെ ഈ മാലോണി ചർച്ചിൽ. പിന്നെ 10-ാം തീയതി കല്യാണിൽ ഒരു കാറ്ററിംഗ് നടത്തി. ഈ 10-ാം തീയതി അത് 1000 ക്രൗഡായിരുന്നു. ഇപ്പം 22-ാം തീയതി 2 കാറ്ററിംഗ് ഉണ്ട്. 28-ാം തീയതി ടാറ്റയുടെ ഒന്ന് ബുക്കിംഗ് ആയിട്ടുണ്ട്. ഭക്ഷണം അതിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ അവർ തരുന്നത്. വേറെ ഒന്നും എൻ്റെ ഫേസ് നോക്കിയിട്ട് ആരും തരില്ല. നിങ്ങളെ എന്താ പറയാ, ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്നതിൽ ഉപരി ഒരു നല്ല മനുഷ്യൻ എന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിൽ ഒരു മനുഷ്യനായിട്ട് ഒരാളെ കാണുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. എല്ലാ മക്കൾക്കും ഞാൻ അത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും പറയും, അത് അങ്ങനെ ഡാഡി അങ്ങനെ ഉണ്ട്, അങ്ങനെ ചിലവുണ്ട്. അത് ഞാൻ പറയാനൊന്നും പറ്റില്ല. പറഞ്ഞ് വെള്ളം, ഈ ബിസ്ലേരി വെള്ളമല്ലേ ഞാൻ കൊണ്ടുപോകുന്നു, ജാറൊക്കെ. അത് കഴിഞ്ഞാൽ ആ പാർട്ടി തന്നാളെടുത്ത് ഞാൻ പോയിട്ട് ചോദിക്കും, ഇതാ എൻ്റെ ബിസ്ലേരി വെള്ളം കഴിഞ്ഞു പോയേ, ഞാൻ പൈപ്പ് വെള്ളം കൊടുക്കട്ടെ കുടിക്കാൻ, ഐസിട്ട് കൊടുക്കാം, വേറെ എൻ്റെ അടുത്ത് വെള്ളമില്ല എന്ന് പറയാം. പറഞ്ഞാലേ കൊടുക്കൂ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ല. അയ്യോ, അതുകൊണ്ട് ഇവരുടെ ഈ മിക്ക 96% ഇൻ ബോംബെ, വിരാർ, കല്യാൺ കാറ്ററിംഗ് നടത്തുന്നത് എൻ്റെ ക്രിസ്ത്യാനികളാണ്. എല്ലാ പള്ളിക്കാരും, ഓർത്തഡോക്സ്, മാർത്തോമ, സീറോ മലബാർ, പെന്തക്കോസ്ത, എല്ലാ പള്ളിക്കാരും ഉണ്ട്. 2% ഹിന്ദു, 2% മുസ്ലിം, 96ഉം ക്രിസ്ത്യാനികളുടേതാണ്. അപ്പോൾ അവർക്ക് എല്ലാ പള്ളിയിലും എൻ്റെ പബ്ലിസിറ്റി ആയിരിക്കുന്നത്. എന്നെപ്പറ്റി ഏത് പള്ളിയിൽ ചെന്ന് ചോദിച്ചാൽ തന്തൂർന്നേ പറയില്ല, എൻ്റെ പേരറിയില്ല. ചെറിയ അടുത്ത ആൾ പറയും ആജിയാർ എന്നൊക്കെ പറയും. തന്തൂർ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് എന്നാൽ തന്നെ തരും. നമുക്ക് ഇനി ചെന്ന് ആരടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മനുഷ്യന്റെ ഒരു 10 മിനിറ്റ് വർത്തമാനത്തിൽ തന്നെ ആ മനുഷ്യനെ നമുക്ക് തൂക്കി നിർത്താൻ പറ്റും. ഇപ്പൊ ഇന്ന് എനിക്ക് വില നിർത്താൻ പറ്റും. സാർ എത്രയും നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ ഓരോ ഉപദേശം കൊടുക്കുന്ന ഓരോ സ്ഥലത്ത് കിട്ടിയാലും എൻ്റെ ഡയബറ്റിക്കിനെ പറ്റിയിട്ട്, ബിസിനസ്സിനെ പറ്റിയേ ഞാൻ സംസാരിക്കാറുള്ളൂ. വേറെ ഒന്നും കൂടുതൽ സംസാരിക്കാറില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ഇതൊക്കെ എന്താ പറയാ, സാറിന്റെ ജീവിതം തന്നെ പലർക്കും ഒരു പാഠമായിട്ട് മാറുന്ന ഒരു സംഭവമാണ്. ഈ താഴെ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നത് 13-ാം തട്ടിലാണ്. ഓക്കെ, ഇത് 13-ാം തട്ടാണ്. ഈ താഴത്തെ ചെറിയ ചെറ്റക്കുടിയിൽ ഞാൻ താമസിച്ചതല്ലേ, അതെനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ അവിടെ ഇവിടെ വരുന്ന ആരും തോൽപ്പിച്ചിട്ടോ പറ്റിച്ചിട്ടോ അല്ല, ശരിക്കും അധ്വാനിച്ചിട്ട് എൻ്റെ ആർട്ട്, എൻ്റെ കല. ഇന്ന് മിനിഞ്ഞാന്നും കല്യാണിൽ പോയിട്ട് ഞാൻ രാത്രി 2:30 മണിക്ക് അവിടെ പോയിട്ട് 2:30 മണിക്കാണ് ഞാൻ ഇവിടെ തിരിച്ചെത്തുന്നത്. അത്ര ഒരു വയസ്സും ഈ വയസ്സിലും ഈ പിന്നെ ഡയബറ്റിക്കിലും എനിക്കത് ചെയ്യാൻ പറ്റില്ല. എങ്കിലും കൂടെ ഞാൻ സ്വന്തം പോയി മാനേജ് ചെയ്തു. അതങ്ങനെ ചെയ്യണം. എല്ലാ മലയാളികളും തന്നെ ആരും തന്നെ ഒരാളിങ്ങനെ ചതിച്ചിട്ടുണ്ടാക്കരുത്. ഒരാളെ ചതിച്ചിട്ട് ഉണ്ടാക്കരുത്. ഒരു ചെറിയ സാധനം പോലും ദൈവം അതിന് നമുക്ക് ഇരട്ടിയായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കും. ഇവിടെ എനിക്ക് പൈസ കൊണ്ടു തന്നാൾ 20,000 ഒക്കെ കൂടുതൽ തന്നിട്ടുണ്ട്. ബായിക്കോട് ഞാൻ ഫോൺ നമ്പർ നിങ്ങൾ ചോദിച്ചോ. കാറ്റലിക്കാണ്, സുനിത എന്ന പേര് അവള്. അവളോട് ഞാനിട്ട് അവർക്ക് വിളിച്ചിട്ട് തിരിച്ചു കൊടുത്തത്. ഇപ്പോഴേ ഇവിടെ ഒരു കാറ്ററിംഗ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് വളരെ ലെസ് പ്രോഫിറ്റിലാണ് കൊടുത്തത്. അവരെന്നോടൊരു വാക്ക് പറഞ്ഞു, ഇവിടെ 2-3 കാറ്ററിംഗ് നടത്തി ഞങ്ങൾ പഴയ എൻ്റെ ആളാണ്, ഇപ്പം വളരെ ഫൈനാൻഷ്യലായിട്ട് എൻ്റെ ഹസ്ബൻഡൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അതും എൻ്റെ സഹായിക്കേണ്ട എൻ്റെ കടമയാണ്. തീർച്ചയായിട്ടും ഞാനതിന് ഒന്നും പറ്റില്ല. എനിക്ക് അത്ര എന്നെ വയസ്സാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെയൊക്കെ ഇരിക്കുകയല്ലേ.
നമ്മൾ ഈ സാറ് പറഞ്ഞ മാതിരി സാറ് കടലിൽ നിന്നിട്ട് സാറ് ദൈവത്തിനെ കണ്ടു. പക്ഷെ ഇന്ന് സാറിന്റെ മുഖാന്തരം അല്ലെങ്കിൽ സാറ് ചെയ്യുന്ന ഈ പ്രവൃത്തികളോടുകൂടി സാറിന് ഒത്തിരി പേര് കാണുന്നത് ദൈവമായിട്ടായിരിക്കും. തീർച്ചയായിട്ടും ആ സ്ത്രീ പറഞ്ഞത് അവർക്ക് നിങ്ങൾ ചെയ്ത സഹായം തീർച്ചയായിട്ടും ഒരു വലിയ സഹായം തന്നെ ആയിരിക്കും. ഞാൻ എപ്പോഴും സ്ഥിരം ഞാൻ എല്ലാ ബിസിനസ്മാൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ വന്നിട്ട് എന്താ അഡ്വൈസ് പറയാൻ പോകുന്നത് ചെറുപ്പക്കാർക്ക്. പക്ഷേ ഇന്ന് ഈ ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് തന്നെ ഒരു ആവശ്യമില്ല എന്നാണ്. ബിക്കോസ് സാർ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരാരും ചീറ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നാവില്ല എന്ന്. അത് തന്നെയാണ് ഒരു വലിയ അഡ്വൈസ്. പിന്നെ തീർച്ചയായിട്ടും ഇത്രയും നേരം സാറിൻ്റെ ഇത്രയും ബുദ്ധിമുട്ടുകൾ സാറിന് തുടങ്ങിയ കാലം തൊട്ട് അത്ര നല്ല രീതിയിൽ പറയുകയും കുറച്ച് എമോഷണൽ ആവുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊക്കെ ആ പച്ചയായ മനുഷ്യൻ്റെ ആ ഒരു സങ്കടം തന്നെയാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് ഈ ഉള്ള ഡയബറ്റീസ് ആയാലും എന്ത് ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ ബ്ലസ് ചെയ്ത് അതൊക്കെ മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. എത്ര 5 കുട്ടികളുണ്ടല്ലേ? ശരി. അവരൊക്കെ എവിടെ ഉണ്ട്? ഒരാള് മിരാറുണ്ട് താമസം, മൂത്ത മകള്. ഒരു മകള് ബൈന്ദറില്, ഞാൻ നേരത്തെ പറഞ്ഞു ഉപ്പിന്റെ ആകാരം. ഒരു മകൻ ഇവിടെ ഇനോർബിറ്റിന്റെ മുമ്പില്, ഒരു മകൻ ബൈന്ദറില്, ഇവള് ഗോദ്രേജ് കോളനി. എല്ലാവരും സെറ്റിൽ, എല്ലാവരും ഗ്രാജുവേറ്റ് ആയി. എനിക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ആരെങ്കിലും കാറ്ററിംഗ് ഏറ്റെടുത്താൽ ആ ഒരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ. അത് ചെയ്യാനുള്ളൂ. ഞാൻ ഇവരോട് ഒസ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലോ, ഇത് വീൽ പത്രം എഴുതുന്നില്ല, അതേമാതിരി വീൽ പത്രം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുന്നത്, ആരുടെങ്കിലും കാറ്ററിംഗ് എടുത്തു, നാളെയാണ് 1000 കാറ്ററിങ്, ഇന്ന് മരിച്ചു പോയി എന്ന് വിചാരിക്കാം, ആരും അറിയാതെ മുർസറിയിൽ വെക്കുക ഹോസ്പിറ്റലിൽ കാറ്ററിംഗ് നടത്തിയിട്ടേ നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. അത്രമേൽ അവരെ കാറ്ററിങ് മുടക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ എൻ്റെ കാറ്ററിംഗ് നടത്തുന്നത്. സത്യസന്ധതയിൽ ഡിസിപ്ലിൻ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടേസ്റ്റ് എല്ലാം ഒത്ത് ഒന്നും ഞാൻ അധ്വാനിക്കുന്നത്. വേറെ ആളെ കൊണ്ട് നടത്തിപ്പിക്കുന്നത് എനിക്കത്ര വെറുതെ അല്ല ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തത്. തീർച്ചയായിട്ടും അതിന് അർഹത ഉള്ള ഒരു നല്ല ഒരു മനുഷ്യനാണ് നിങ്ങൾ. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ തീർച്ചയായിട്ടും ഒരു പച്ച മനുഷ്യന്റെ ഒരു ജീവിതമാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടി കണ്ടത്. ഏതൊരു മനുഷ്യനും ചീറ്റ് ചെയ്യാണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാം നല്ലതേ നടക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അതിനൊരു പാഠമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിൽ കരുതുക. നല്ല ഒരു ജീവിതം നൽകാൻ, നല്ല രീതിയിൽ ചെല്ലാൻ ഇവരുടെ ഈ ടിപ്സൊക്കെ നമ്മളും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ സക്സസ് ബിസിനസ്സിൽ മാത്രമല്ല ലൈഫിലും ഉണ്ടാവും. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: ആദ്യത്തെ മറാഠി കളർ ചലച്ചിത്രം ഏതായിരുന്നു? ഒരിക്കൽ കൂടി ഞാൻ പറയാം, ആദ്യത്തെ മറാഠി കളർ ചലച്ചിത്രം ഏതായിരുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർക്ക് ആകർഷമായ സമ്മാനങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഉത്തരങ്ങൾ വിളിച്ചറിയിക്കേണ്ട നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 0484231778 അല്ലെങ്കിൽ 83. എനിവേസ്, ഞാൻ നിങ്ങളെ അടുത്ത ഇതുമാതിരി ഒരു നല്ലൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാണ്. Until then, it's me, Smita, signing off. Bye bye.